വയനാട് ദുരന്തത്തിൽ യാതന അനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 30 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് കോഴിക്കോടൻസ്. റിയാദിലെ കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മ പണം സമാഹരിച്ചത് ദുരന്ത മേഖല സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പരിഗണിച്ചാണ്. വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് 30 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത്. കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസിന്റെ നേതൃത്വത്തിലാണ് സഹായം എത്തിക്കുക. കോഴിക്കോട് ജില്ലയിലെ ദുരിതബാധിത മേഖലയായ വിലങ്ങാട് പ്രദേശത്തേക്കായിരിക്കും ആദ്യ സഹായങ്ങൾ. പ്രദേശങ്ങൾ സന്ദർശിച്ച കോഴിക്കോടൻസ് പ്രതിനിധികളുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രതിനിധികൾ MLA ടി സിദ്ദീഖുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോഴിക്കോട്ടിലെ വിലങ്ങാടിലും അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലയിലെ ആ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. അപ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഇരയ ആളുകളുടെ കൂടെ കോഴിക്കോടൻസും പങ്കുചേരുകയാണ്. ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം സിറ്റി ഫ്ലവർ MD അഹമ്മദ് കോയ നിർവഹിച്ചു. പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. ആ സമയത്ത് വയനാട്ടിൽ നമുക്കറിയാം, ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ആളുകളുടെ ഓഫറുകളും മറ്റ് സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ഗവൺമെൻറ് തലത്തിലായാലും രാഷ്ട്രീയ സംഘടനകളുടെ ഏത് സംഘടനകളായാലും അവിടേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശത്ത് വേണ്ടത്ര അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടൻസ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുകയും വിലങ്ങാട് പ്രത്യേക ദുരിതാശ്വാസ പദ്ധതികളിലേക്ക് നമ്മൾ ഇടപെടലുകൾ വേണം എന്ന് തീരുമാനിച്ചു. കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ, ചമൽ, കോളിക്കൽ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിയന്തര സഹായങ്ങൾ കോഴിക്കോടൻസ് നേരത്തെ നൽകിയിരുന്നു. റിയാദ് മീഡിയ ഫോറം ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റാഫി കൊയിലാണ്ടി, ഫൈസൽ പൂനൂർ, റാഷിദ് ദയ, സഹീർ മുഹിയുദ്ദീൻ, മുനീബ് പാഴൂർ എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.